Hello everyone, welcome back to my channel. അങ്ങനെ നമ്മുടെ രണ്ട് സെലിബ്രേഷൻ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ക്രിസ്മസിനായിരുന്നു നമ്മുടെ ലൈറ്റിംഗ് സെറമണി. അന്നത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, ഞാൻ 29th സൺഡേയിലോട്ടായിരിക്കും ഒഫീഷ്യൽ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സൺഡേ ചെയ്യാൻ പറ്റിയില്ല. പകരം നമ്മൾ ന്യൂ ഇയറിലെ ദിവസമാണ് നമ്മൾ പരിപാടി സെറ്റ് ചെയ്തത്. കാരണം നമ്മൾ ഇനാഗ്രേഷൻ ചെയ്തത് തീക്കോയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ ടൈമും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ന്യൂ ഇയർ ഡേയിലോട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഫാമിലിയായിട്ട് അവിടെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അടിപൊളിയായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ക്യാമ്പ് ഫയറൊക്കെ വെച്ച് രസമായിരുന്നു. അപ്പം കുറേ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല, കാരണം നല്ല തിരക്കായി പോയി, ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ കുറേ ക്ലിപ്പിങ്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് നമ്മുടെ വ്ളോഗ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതെ, അമ്മയുടെയും ഗൗരി ചേച്ചിയുടെയും നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരുടെ ഭയങ്കര കപ്പിൾ ഡാൻസ് ആയിരുന്നു. കുറച്ച് ഭാഗം എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ എൻ്റെ അമ്മയുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. പാപ്പച്ചൻ ചേട്ടൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കെന്തോ നമ്മുടെ മെയിൻ താരം എത്തി, എബിസൻ ചേട്ടൻ. പിന്നെ പുള്ളിയുടെ ഗാനമേളയായിരുന്നു. അനിച്ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ. ഇവരൊക്കെ ഇത്രയും നന്നായിട്ട് പാടുമെന്ന് ഞാൻ അറിഞ്ഞത് അന്നാട്ടോ. പിന്നെ അമ്മയുടെയും മാമൻ്റെയും ഗൗരി ചേച്ചിയുടെയൊക്കെ ഡാൻസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് നല്ല അടിപൊളിയുള്ളൊരു നൈറ്റായിരുന്നു. അങ്ങനെ തോണ്ട ഞങ്ങളുടെ അടിച്ചുപൊളി ഡാൻസും എബിസൻ ചേട്ടൻ്റെയും പാപ്പച്ചൻ ചേട്ടൻ്റെയും അടിച്ചുപൊളി പാട്ടും ഒക്കെ ആയിട്ട് നൈറ്റ് തന്നെയാണെങ്കിലും നല്ല കളറായിട്ടുണ്ടായിരുന്നു. എബിസൻ ചേട്ടൻ്റെയും അനിച്ചേട്ടൻ്റെയും പാപ്പച്ചൻ ചേട്ടൻ്റെയും ഒക്കെ അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊറ്റ നൈറ്റ് കൊണ്ട് ഇവരൊക്കെ വലിയ ഫാനായി മാറി. ഇവരൊക്കെ ഇത്രയും നന്നായിട്ട് പാടുന്നു തന്നെ ഞാൻ അന്ന് രാത്രി കേട്ടോ അറിഞ്ഞത്. ഇനിയും പാടിക്കാൻ വിളിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് താഴെ പോയി ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ
തുളസി പോലെ തുളസി പോലെ തിരയിളകും കടലിലെങ്ങും കരുണു പൊഴിയുമല്ലോ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി മനസ്സ് മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്ക് അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ പൈക്കളുണ്ട് കരയ്ക്ക് കടത്തിനൊരമ്പിളി തോണിയുണ്ട് വീടേ വീടെന്ന് മൊഴിയിൽ നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മതൻ കൂടെ ഞാനുണ്ട് ഇടറായിരാപ്പകൽ കൂടെ ഞാനുണ്ട് എന്നും ഞാനുണ്ട് മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാനും പാടി പൈക്കിടാവും ഞാനും പാടി പറയൂ പറയൂ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞതോ നല്ല മടുത്ത് പണ്ടാരായിട്ടതേ വന്ന് കാറ്റും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു രാത്രി. രാവിലെ ആയപ്പോഴത്തേക്കും എന്തേ ഒന്നിൻ്റെ തല പൊങ്ങുന്നുണ്ടായില്ല. ഇത് കണ്ടില്ലേ വന്ന് വായി നോക്കി നിൽക്കുന്നത്. ഹലോ, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ അല്ല, കുറച്ച് ലെങ്ത് ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയെങ്കിലും ഷോർട്ട് ആയത്. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ലോങ് ആയേനെ. കാരണം ഒരുപാട് കാര്യങ്ങൾ നടന്നു കേട്ടോ അവിടെ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ആ വീഡിയോ കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായേനെ, എന്തുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ തോന്നാമെങ്കിൽ അയ്യോ അപ്പോൾ തിരക്കായി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിഷമായി. അപ്പോൾ പക്ഷെ പറ്റുന്ന പോലെ കിട്ടിയതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി ഇറക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണ രാത്രിയാണ് കേട്ടോ. കാരണം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ രാത്രി ഷൂട്ട് ചെയ്യണം. അതാണ് എൻ്റെ കോലമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം നമ്മൾ വീട്ടിലുണ്ടായില്ല 2-3 ദിവസം. അതുകൊണ്ട് തന്നെ ഒത്തിരി പണിയുണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു ബാക്ക് ടു ഡെയിലി സ്കെഡ്യൂളിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ടൈം എടുക്കുമല്ലോ. അതെല്ലാം കഴിഞ്ഞിപ്പോൾ 2-3 ദിവസമായി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സെറ്റായി വരുന്നത്. അപ്പം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. And thank you so much for watching this video on my channel LOL with Krishna. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.